ഇവരുടെ രാഷ്ട്രീയ നിലപാടിനെ അന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്ത ആളായിരുന്നു ശംസുൽ ഉലമ. ശംസുൽ ഉലമ അന്ന് നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇവരെ. കാരണം അന്ന് തന്നെ തുടങ്ങി ഈ പണി. അന്നും ഇവിടെ മുസ്ലിം ലീഗിന് ബദലായി ഒരു ശക്തിയായി മാറണം എന്നുള്ള ചെറിയ ചിന്തകളൊക്കെ അന്നേ തുടങ്ങിയിട്ടുണ്ട്. അതാണ് അന്ന് കുന്നമംഗലത്ത് വെച്ച് തന്നെ ശംസുൽ ഉലമ നടത്തിയ പ്രസംഗത്തിൽ ശംസുൽ ഉലമ അവറുകൾ പറയുന്നുണ്ട്, ഇപ്പവലിങ്ങനെ നടക്കുക, വോട്ട് ചെയ്തവർക്ക് അബ്ദുൽ കൗസറും സ്വർഗമൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ടാ പോക്ക്. വോട്ട് ചെയ്യാത്തവർക്ക്, ലീഗിനെ തറപറ്റിച്ചവർക്ക് അവർക്കാണ് സ്വർഗവും ഹൗദുൽ കൗസറൊക്കെ എന്ന് വഅ്ള് പറഞ്ഞ് നടക്കുന്ന ഒരു ടീമാണിവർ എന്ന് പറഞ്ഞ് അവരുടെ രാഷ്ട്രീയ ചിത്രത്തെ അന്ന് തന്നെ പ്രസംഗിച്ച ആളാണ് ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു. അപ്പൊ അത് രണ്ടും ഇവിടെ പഠിപ്പിച്ചത് ശംസുൽ ഉലമയാണ്. സുന്നിയല്ല എന്നും പറഞ്ഞു. ആ പ്രസംഗത്തിൽ തന്നെ ഇവരുടെ രാഷ്ട്രീയ അജണ്ടയെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പൊളിച്ച് കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആ സുന്നിയല്ല എന്നുള്ള പ്രസ്താവനന്റെ കൂടെ നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി തുടരാം. ആവശ്യം അതെന്ത് ചെയ്തു വെച്ചാൽ പാർലമെന്റ് ഇലക്ഷൻ മലപ്പുറം ജില്ലയിലും ആ പൊന്നാനിയിലും എല്ലാം തന്നെ എന്ത് ചെയ്തു, അത് പോലീസൊന്നും കൂടാ, അല്ലെങ്കിൽ പിന്നെ അത് സാധിക്കൂല. നമ്മൾ ഒരു കയ്യില് സ്വർഗവും ഒരു കയ്യിൽ നരകവും തലയിൽ അബ്ദുൽ കൗസറും, എന്നിട്ട് നാട് മുഴുവൻ കൂലി ചുറ്റി എന്ത് പറഞ്ഞു, ലീഗിനെ തറപറ്റിക്കണം, മുസ്ലിം ലീഗിനെ അതിൽ നിന്ന് തറപറ്റിക്കണം, മുസ്ലിം ലീഗിനെ തറപറ്റിക്കുന്നവർക്ക് സ്വർഗം, അതിൽ വോട്ട് ചെയ്യുന്നവർക്ക് നരകം. പെണ്ണുങ്ങളെ നിങ്ങൾ ആഹാരം തന്നെ ലീഗിന് വോട്ട് ചെയ്തു പോയാൽ അബ്ദുൽ കൗസറിന്റെ തലയിലാണ് ഞാൻ തരൂല. എന്താണ് മട്ടം? എന്താണ് ഇതിന്റെ മട്ടം? ഇതാണ് ഇതിന്റെ മട്ടം. എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ലോകത്തിൽ ഇതുപോലൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ? അതേപ്പോ ഇന്നും നമ്മൾ പറയുന്ന പോയിന്റ് നോക്കി നിങ്ങള്. അപ്പൊ രാഷ്ട്രീയ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നാൽ ശംസുൽ ഉലമ ഇടപെടുന്നുണ്ട്. അതാ പറയുന്നത്, ഇവരിങ്ങനെ തലയിലാണ് ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളോട് പറയാ, പെണ്ണുങ്ങളെ ലീഗിന് വോട്ട് ചെയ്താൽ ഹൗദുൽ കൗസർ കിട്ടൂല, അതിന്റെ തലയിലാണ്. എന്നിട്ട് പറഞ്ഞ ലോകത്ത് ഇവരെ പോലെ അധപ്പതിച്ച ഒരു ടീം വന്നിട്ടുണ്ടാവില്ല. അന്ന് ശംസുൽ ഉലമ അത് മനസ്സിലാക്കി. നമ്മക്ക് കുറച്ച് മനസ്സിലാക്കാൻ വൈകിപ്പോയതാ, ആ ടൈം നഷ്ടാ. യഥാർത്ഥത്തിൽ ആ പറഞ്ഞതല്ലേ ഇന്ന് മശായിഖ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരെ പോലെ അധപ്പതിച്ച ഒരു ടീമില്ല എന്നത് നമ്മുടെ വാക്കല്ല, ഇവര് തന്നെ അംഗീകരിക്കുന്ന, ഇവരുടെ ആളുകൾ പോയിരിക്കുന്ന ഉന്നതരായ മശായിഖന്മാരെ വാക്കുകളാണത്. ഞങ്ങൾ വെറുതെ പറയുന്നതല്ല അതൊന്നും. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ആരെ പിന്തുണച്ചോ അവര് പരാജയപ്പെടുമെന്ന് ഞങ്ങൾ പറയുമ്പോ ഏത് ധൈര്യത്തിലാണ് ഞങ്ങൾ പറയുന്നത്? അത് മശായിഖിന്റെ കലാമുകളാണ്. ഒരു കാലത്തും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പ് സാധിക്കൂല, നിങ്ങൾ നിങ്ങളായിരിക്കേ. മാറി വന്നോളി, മാറി വന്ന ഇബ്ലീസിന് വരെ മാറാലോ അല്ലെ? മാറി വന്നോളി, മശായിഖിന്റെ സമീപത്തെത്തി തൗബ ചെയ്തോളി. ആ മുശാവറൊക്കെ പിരിച്ചുവിട്ട് വരക്കൽ മക്കാമിൽ പോയിട്ടൊന്ന് സിയാറത്തെ നിങ്ങൾ ഉസ്താദ് എന്ത് ബന്ധം? വരക്കൽ മക്കാമിൽ നിങ്ങൾ പോകലുണ്ടോ? കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് നിങ്ങൾ പോകലുണ്ടോ? നിങ്ങൾ സ്വന്തം മക്കാം ഉണ്ടാക്കാൻ നോക്കുക. ഉസ്താദുമാരെ മാനിക്കലുണ്ടോ, ബഹുമാനിക്കലുണ്ടോ, ആദരിക്കലുണ്ടോ? അപ്പൊ രാഷ്ട്രീയപരമായി തന്നെ നിങ്ങളെപ്പോലെ അധപ്പതിച്ചൊരു ടീം വന്നിട്ടില്ല എന്നും ഞങ്ങളെ പഠിപ്പിച്ചത് ശംസുൽ ഉലമയാണ്. അത് ആവശ്യമായ സമയത്ത് പറയണം എന്നാണല്ലോ മുബർ പറഞ്ഞെന്ന് പഠിപ്പിച്ച് നമ്മളെ. വളരെ കൃത്യമാണ് നിലപാടുകൾ.